ഹായ് എവരി വൺ. കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും ഫാർമസി കോഴ്സുകളിലേക്കുമായി കേരളത്തിൽ നടത്തപ്പെടുന്ന ഏറ്റവും വലിയ എൻട്രൻസ് എക്സാമാണ് കീം എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ അത് CBT ബേസ്ഡ് ആയിട്ടാണ് നടത്തുന്നത്. ഇപ്പോൾ JEE എക്സാം ഒക്കെ പോലെ പല ഷിഫ്റ്റുകളായിട്ടാണ് കീം എക്സാം ഇപ്പോൾ നടത്തപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ്, ഒരു സംശയമാണ്, +2 ബോർഡ് എക്സാമിനോടൊപ്പം ഈ കീം എൻട്രൻസ് പരീക്ഷയും കൂടെ ചേർന്ന് പഠിച്ച് ഹാൻഡിൽ ചെയ്ത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നേർക്ക് നേരുള്ള ഉത്തരം, ബോർഡ് എക്സാമിനോടൊപ്പം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് കീം എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ബോർഡ് എക്സാമിനോടൊപ്പം നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്, ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ നീറ്റ് കോച്ചിങ് കൂടെ ചെയ്ത് നീറ്റ് ക്രാക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്ന കുട്ടികളുണ്ട്, JEE ക്രാക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്ന കുട്ടികളുണ്ട്, JEE അഡ്വാൻസ് വരെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്, ക്വേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബോർഡ് എക്സാമിനോടൊപ്പം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് കീം. അതേപോലെ തന്നെയാണ് ക്വേറ്റും. പക്ഷേ കീമും ക്വേറ്റും കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ബട്ട് മറ്റ് എൻട്രൻസ് എക്സാമുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, മറ്റു കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ ബോർഡ് എക്സാമിനോടൊപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് കീം. അപ്പോൾ ആദ്യത്തെ സംശയം തന്നെ അവിടെ തീർന്നു. ബോർഡ് എക്സാമിനോടൊപ്പം കീം നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ ഏറ്റവും നല്ല സാധ്യതയുള്ള കോഴ്സാണ് കീം എന്ന് പറയുന്നത്. പിന്നെ കീമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് വന്ന പാറ്റേൺ അല്ല ഇപ്പോൾ കീമിന് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഫിസിക്സിൽ 45 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ 30 ക്വസ്റ്റ്യൻ, മാത്സിൽ 75 ക്വസ്റ്റ്യൻ, അങ്ങനെ മൊത്തം 150 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CBT ബേസ്ഡ് ആയിട്ടാണ്. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം, ആ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നമ്മൾ ഒരു മോക്ക് എക്സാമിനേഷൻ പോലെ എഴുതുക എന്നുള്ളതാണ്. കാരണം ഫെയർ ആയിട്ട് നമ്മൾ കീം എഴുതാൻ പോകുന്ന നമ്മളൊരു സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരുന്ന എക്സാമിനേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, അതൊക്കെ ഒന്ന് ആദ്യം എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ മോക്ക് എക്സാമുകളൊക്കെ CBT ബേസ്ഡ് ആയിട്ട് തന്നെ എഴുതുക. എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ബോർഡ് എക്സാമിന് NCERT നിന്നാണ് നമ്മൾ കോണ്ടന്റ് പഠിക്കുന്നത്, കീമിനും NCERT നിന്നാണ് കോണ്ടന്റ് പഠിക്കുന്നത്. ഇതിൻ്റെ വ്യത്യാസം എവിടെയാണ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏത് സബ്ജക്റ്റിന് കൂടുതൽ ഊന്നൽ കൊടുക്കണം, ഒരു സബ്ജക്റ്റിൽ തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം, ഈ സ്ട്രാറ്റജീസ് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു പക്ഷേ ചെറിയൊരു ഗൈഡൻസിൻ്റെ ആവശ്യം വന്നേക്കാം. അങ്ങനെ ഒരു ഗൈഡൻസ്, ഒരു പുഷ് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് കയറി പോകാൻ പറ്റുന്ന കുട്ടികളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞ ഹിൻറ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരവും നൽകാനായി സൈലം ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ വെബിനാറാണ്. വെബിനാർ നടക്കാൻ പോകുന്നത് 2-ാം തീയതി, അത് ഫെബ്രുവരി 2-ാം തീയതി ഞായറാഴ്ച 8 മണിക്കാണ്. എല്ലാവരും ഫ്രീ ആവുന്ന സമയമാണ്. പാരൻസ് അടക്കം നിങ്ങൾ വെബിനാറിൽ ജോയിൻ ചെയ്യണം. കാരണം പാരൻസിനും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫ്രീ വെബിനാർ ആണെങ്കിലും ഇതിന് രജിസ്ട്രേഷൻ ഉണ്ട്. കാരണം ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രമേ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നൽകണമെങ്കിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ വെച്ചിട്ട് നമ്മളിത് കണ്ടക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ഉണ്ട്. രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ വെബിനാറിലേക്കുള്ള ആക്സസ് ലഭിക്കുള്ളൂ. രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാം. പ്രീ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ വെബിനാറിൽ ആക്സസ് കിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സൈലത്തിലെ കീം എക്സ്പേർട്സുകൾ, കീം JEE എക്സ്പേർട്സുകൾ മുഴുവൻ തന്നെ, അതായത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോരോ ടീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും വെബിനാർ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് പഠിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടും മൊത്തത്തിൽ കീം എക്സാമിനേഷൻ നേരിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു പോകും. ഈവൻ പാരൻസിൻ്റെ ഭാഗത്തുനിന്നുള്ള കൺസേൺസും നമ്മൾ ക്ലിയർ ചെയ്തിട്ടായിരിക്കും വെബിനാർ കണ്ടക്ട് ചെയ്യുക, വെബിനാർ വൈൻഡപ്പ് ചെയ്യുക. സോ കീം എക്സാമിനേഷൻ സ്വപ്നം കാണുന്ന, ബോർഡ് എക്സാമിനോടൊപ്പം ഇത് ക്രാക്ക് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന, താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും വെബിനാറിൽ രജിസ്റ്റർ ചെയ്യുക. നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആണ്. സോ ഇത് മാക്സിമം യൂസ് ചെയ്യുക. അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് മുമ്പോട്ടേക്ക് പോവുക. സോ നമുക്ക് വെബിനാറിൽ വെച്ച് കാണാം. ബൈ.